ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ കഥ പറയുന്ന മരിയ എന്ന ഹൊറർ തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കന്യാസ്ത്രീയായ നമ്മുടെ കഥാനായിക മരിയയാണെങ്കിൽ കുറച്ചു നാളത്തേക്ക് തന്റെ കൂട്ടുകാരുടെ വീട്ടിൽ താമസിക്കുവാനായി എത്തുന്നു. എന്നാൽ കൂട്ടുകാരുടെ വീട്ടില് അവളുടെ കാമുകനും അവളുടെ കൂട്ടുകാരിയും കൂട്ടുകാരുടെ കാമുകനും ലിവിംഗ് റിലേഷൻഷിപ്പിലാണ് ജീവിക്കുന്നതും. അതൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും തനിക്ക് പ്രശ്നമില്ല, കുറച്ചു ദിവസത്തേക്കല്ലേ താമസിക്കാനെന്നും മരിയ പറയുന്നു. എന്നാൽ കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ച് മരിയയ്ക്ക് തന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനാകാതെ നടക്കാൻ പാടില്ലാത്ത, അതും ഒരു കന്യാസ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു. അതോടുകൂടി മരിയെ സ്വന്തം വീട്ടിൽ നിന്നും ചർച്ചിൽ നിന്നും അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന മരിയ ചെന്നെത്തിപ്പെടുന്നത് ഒരിക്കലും ഒരു കന്യാസ്ത്രീ, അതും ദൈവത്തെ സേവ ചെയ്യുന്ന കന്യാസ്ത്രീ ചെന്നെത്തിപ്പെടാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക്. അതിലൂടെ മരിയ വലിയൊരു തെറ്റും ചെയ്യുകയാണ്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒരു വിശാലമായ വിജനമായ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് മുഖം മൂടിയൊക്കെ ധരിച്ച് കുറേ പേർ നടന്നു വരുന്നുണ്ട്. അതും ഒരു കന്യാസ്ത്രീയെ ലക്ഷ്യമാക്കിയാണ് നടന്നു വരുന്നതും. ആ കന്യാസ്ത്രീയും മുഖം മൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ തല കീഴായിട്ടുള്ള ഒരു കുരിശും ഇരിക്കുന്നുണ്ട്. അതും രക്തം പുരണ്ട കയ്യിലാണ് ആ കുരിശ് പിടിച്ചിരിക്കുന്നതും. മാത്രവുമല്ല, അവർ പ്രഗ്നന്റ് ആയിരുന്നു. അവർക്ക് നന്നായിട്ട് വയറുവേദന എടുക്കുകയും അവർ ഉടനെ തന്നെ ഒരു സാത്താന്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് മരിയ എന്ന കന്യാസ്ത്രീയാണ്. മരിയ തന്റെ കൂട്ടുകാരിയായ ആഗ്നസിനെ കാണുവാനായും എത്തി. താനൊരു 2-3 ദിവസം ഇവിടെ താമസിച്ചോട്ടെ എന്ന് മരിയ ചോദിക്കും. എന്നാൽ ആഗ്നസ് പറയുന്നത്, ഇവിടെ എന്നെ കൂടാതെ എന്റെ ബോയ്ഫ്രണ്ടും പിന്നെ എന്റെ കൂട്ടുകാരിയും അവളുടെ ബോയ്ഫ്രണ്ടുമുണ്ട്. ഞങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പാണ്. അതിനൊന്നും പ്രശ്നമില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ എന്നും ആഗ്നസ് പറയുന്നു. അങ്ങനെ മരിയാണെങ്കിലോ കുറച്ചു ദിവസം ആഗ്നസിനോടൊപ്പം താമസിക്കുവാനായും തീരുമാനിച്ചു. വീട്ടിലേക്കെത്തി തന്റെ ബോയ്ഫ്രണ്ടിനെയും കൂട്ടുകാരിയെയും കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടിനെയും ഒക്കെ ആഗ്നസ് മരിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉറങ്ങുവാനായും പോകുകയാണ്. മരിയ തന്റെ റൂമിൽ കിടക്കുന്ന സമയത്ത് അവൾക്ക് ഉറക്കം വരുന്നതേയില്ല. കാരണം ആഗ്നസിന്റെ മുറിയിൽ നിന്നും ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗ്നസും കാമുകനും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന്റെ ശബ്ദമാണ് അവൾ കേട്ടുകൊണ്ടേയിരുന്നതും. അത് കാരണം മരിയയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവൾക്ക് ആ ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ കുറ്റബോധം തോന്നുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൾ പള്ളിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ശബ്ദമൊക്കെ അവൾ കേട്ടുപോയതിൽ അവൾക്ക് വല്ലാത്ത പശ്ചാത്താപമൊക്കെ തോന്നും. പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയം തന്നെ ഈ നോട്ടീസൊക്കെ കൊടുക്കുന്ന 2-3 പേരെ അവൾ കാണുന്നുണ്ട്. അവരാണെങ്കിലോ ഒരു തൂവാല കൊണ്ട് മുഖം മറച്ചിരുന്നു. മാത്രമല്ല, അവർ മരിയെ ശ്രദ്ധിക്കുന്നതായിട്ടും അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചവൾ പെട്ടെന്ന് വീട്ടിലേക്കും എത്തും. അതേസമയം അവിടെ ആഗ്നസിന്റെ കാമുകനും കൂട്ടുകാരിയും കാമുകനും ഒക്കെ ഉണ്ടായിരുന്നു. അവരാഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആഗ്നസും കൂട്ടുകാരിയും ഒക്കെ ചോദിക്കുന്നത്, വന്ന അന്ന് മുതൽ മരിയാണെങ്കിലോ കന്യാസ്ത്രീയുടെ വേഷത്തിലാണ് നടക്കുന്നതും. ഒരിക്കലെങ്കിലും ഈ ഒരു ഡ്രസ്സ് ഒന്ന് മാറ്റി നോക്ക്, ഞങ്ങൾ അങ്ങനെയൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് ആഗ്നസ് തന്റെ ഒരു ഡ്രസ്സ് മരിയെ കൊണ്ടിടിയിപ്പിക്കും. മരിയാണെങ്കിൽ മോഡേൺ വേഷത്തിൽ നല്ല സുന്ദരിയായിരുന്നു. അത് കാണുന്ന ആഗ്നസിന്റെ കാമുകനും ഇപ്പോഴാണ് നല്ല ഐശ്വര്യം വന്നത് എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കും. എന്നാൽ റൂമിലേക്ക് എത്തിയ ആഗ്നസിനാണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ വേറൊരു സ്ത്രീയായിട്ടാണ് തോന്നുന്നതും. അവൾക്ക് വല്ലാതെ കുറ്റബോധമൊക്കെ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് അവൾ വീണ്ടും കന്യാസ്ത്രീ വസ്ത്രമൊക്കെ എടുത്ത് ധരിക്കും. അടുത്ത ദിവസം ആഗ്നസിനും കൂട്ടുകാർക്കുമൊപ്പം മരിയ ബീച്ചിലേക്ക് പോകുന്നു. മരിയാണെങ്കിലോ കന്യാസ്ത്രീ വേഷത്തിലാണ് നിൽക്കുന്നതും. മാത്രമല്ല, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളും അലട്ടുന്നുണ്ട്. അതേസമയം തന്നെ ആഗ്നസ് ആണെങ്കിൽ മരിയെ നോക്കിയിട്ട് അവളുടെ കാമുകനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവര് കന്യാസ്ത്രീയാകുന്ന സമയത്ത് ഇവർക്ക് 1 വർഷം ഇഷ്ടം പോലെ ജീവിക്കാം. ഇവർക്കിപ്പോൾ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാം. ശാരീരിക ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളൊക്കെ ഈ 1 വർഷത്തിനകം വെച്ച് നിറവേറ്റാം. പക്ഷേ 1 വർഷം കഴിഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ കന്യാസ്ത്രീയായി തുടരാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പഴയ ജീവിതം സ്വീകരിക്കാം. അങ്ങനെയൊക്കെയാണ് റൂൾസ് എന്നുള്ള രീതിയിലൊക്കെ ആഗ്നസ് തന്റെ കാമുകനോട് പറയും. എന്നാൽ അതേസമയം തന്നെ ബീച്ചിലുണ്ടായിരുന്ന ഒരു വെള്ള കുതിര മരിയെ തന്നെ നോക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അവൾക്ക് തോന്നുന്നതല്ല, സത്യത്തിൽ അത് മരിയെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ്. വീട്ടിലേക്കെത്തിയ മരിയ അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് വല്ലാത്ത ടെൻഷനാകുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, കുതിരയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നതും. അങ്ങനെ വെള്ളം കുടിക്കാമെന്ന് കരുതി അവൾ കിച്ചണിലേക്ക് എത്തുന്ന സമയത്ത് അതേ സമയമായിരുന്നു ആഗ്നസിന്റെ കാമുകനും അവിടേക്ക് വന്നതും.
ആഗ്നസിന്റെ കാമുകനാണെങ്കിൽ മരിയെ കണ്ടതും അവന്റെ കൺട്രോൾ വിട്ട് മരിയെ തൊടുവാനൊക്കെ തുടങ്ങുന്നു. എന്നാൽ മരിയാണെങ്കിലോ ഒരക്ഷരം പ്രതികരിക്കാതെ അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും അടക്കി പിടിച്ച് അവൾ അതിനെല്ലാം നിന്നു കൊടുക്കുകയാണ്. എന്നാൽ അവളുമായി അടുത്തിടപഴകിയ കാമുകനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മരിയയുടെ കഴുത്തിൽ കിടക്കുന്ന കുരിശ് കാണുന്നു. അതോടുകൂടി വിപ്രാളപ്പെട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. എന്നാൽ റൂമിലെത്തിയ മരിയയ്ക്ക് അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ, ഇനി ഒരു നിമിഷം പോലും താൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന ചിന്ത അവൾക്കുണ്ടാകുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ആഗ്നസിനോട് യാത്ര പറഞ്ഞ് അവൾ ഉടനെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തിയ മരിയ അമ്മയോട് പറയുന്നത്, അമ്മ, എനിക്ക് കന്യാസ്ത്രീയായി തുടരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സേവ ചെയ്യുവാനും എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ഫീലിങ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും ഒരു കന്യാസ്ത്രീയായി ജീവിക്കാനായിട്ട് പറ്റുമോ എന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യം അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ പറയുന്നത്, അതൊക്കെ നിന്റെ വെറും തോന്നല. നീ ഒരു കന്യാസ്ത്രീയാണെന്നുള്ളത് നീ എപ്പോഴും മറക്കരുതെന്ന് പറയുമ്പോൾ, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്കും ഫീലിങ്സ് ഉണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് മരിയ സംസാരിക്കുന്നതും. എന്നാൽ അമ്മയാണെങ്കിൽ അവളെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിന്നും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ കന്യാസ്ത്രീ ആയതെന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ മരിയ ഒരു കാര്യം കൂടി അമ്മയോട് പറയുന്നു. ആഗ്നസിന്റെ കാമുകൻ അവളെ തൊട്ട കാര്യമില്ലേ, അത് അമ്മയോട് പറഞ്ഞതും അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും, ഇനി നിനക്ക് ഈ ഒരു കുപ്പായം അണിയാൻ ഒരു യോഗ്യതയുമില്ല, മാത്രമല്ല നിനക്ക് ഈ വീട്ടിൽ പോലും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും അടിച്ചോടിക്കുകയാണ് ചെയ്തതും. മരിയെ അമ്മ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയതിനു ശേഷം എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എന്നൊന്നും തന്നെ മരിയയ്ക്ക് അറിയത്തില്ല. അവളുടെ ലോകം തന്നെ ഇരുണ്ടുപോയ അവസ്ഥയാണ്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. മരിയ കന്യാസ്ത്രീയായി തന്നെ തുടർന്നോ, അതോ ദൈവത്തിന് സേവ ചെയ്യുന്നത് ഉപേക്ഷിച്ച് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടന്നോ എന്നൊക്കെയാണ് ഇനിയുള്ളത്. അങ്ങനെ മരിയ അവിടെ നിന്ന് നേരെ വരുന്നത് ആഗ്നസിന്റെ വീട്ടിലാണ്. ഞാൻ പോയ ചർച്ചില് റിനോവേഷൻ പരിപാടി നടക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുനാൾ കൂടി ഇവിടെ നിന്നോട്ടെ എന്നും ആഗ്നസിനോട് ചോദിക്കും. ആഗ്നസ് അതിനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മരിയ വീണ്ടും റൂമിലേക്ക് എത്തുകയാണ്. റൂമിലേക്ക് എത്തിയ മരിയ ആദ്യം ചെയ്തത് കന്യാസ്ത്രീ വേഷം ഊരിക്കളയലായിരുന്നു. അതിനുശേഷം ആഗ്നസിന്റെ കുറച്ച് മോഡേൺ വേഷങ്ങളൊക്കെ വാങ്ങും, അതൊക്കെ ധരിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ രൂപമേ ആകെ മാറി. അവൾ ദൈവത്തിന് സേവ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ആഗ്നസിന്റെ പഴയ സ്മാർട്ട് ഫോണും അവൾ വാങ്ങുന്നു. കന്യാസ്ത്രീ ആയതിനു ശേഷം മരിയ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിച്ചിട്ടേയില്ല. അന്നേ ദിവസം രാത്രി മരിയ ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് അവളുടെ ദേഹത്ത് കൂടി ഒരു കറുത്ത രൂപം കിടക്കുകയും അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നതായും തോന്നുന്നു. പക്ഷെ അത് അവളുടെ സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതും അവളെ നോക്കി ഒരു വെളിച്ചം വരുന്നതും അവൾ കാണുന്നു. അവൾ അത് കണ്ട് ഞെട്ടി എഴുന്നേറ്റ് നോക്കും. പക്ഷേ അപ്പോഴേക്കും ആ വെളിച്ചം അവിടെ നിന്ന് പോകുന്നു. അവൾ വാഷ്റൂമിൽ ചെന്ന് കണ്ണാടിയിലൊക്കെ അവളുടെ മുഖം നോക്കും. അതേസമയം അവൾ ധരിച്ചിരുന്ന ടീഷർട്ടില് ഒരു വല്ലാത്ത സിമ്പൽ കാണും. അതവൾ മൈൻഡ് ചെയ്യത്തേയില്ല. അതിനുശേഷം മരിയ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ആഗ്നസിന്റെ കാമുകനെ കാണും. കാമുകനാണെങ്കിലോ മരിയെ കണ്ടതും ഒരു കാര്യം പറയുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കും. എന്നാൽ മരിയ വേറൊന്നും ചിന്തിക്കാതെ ആഗ്നസിന്റെ കാമുകനെയും തിരികെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാനും ഒരു സ്ത്രീയാ, എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എനിക്ക് പ്രേമിക്കുവാനോ വിവാഹം കഴിക്കുവാനോ ഒന്നും തന്നെ താല്പര്യമില്ല. നിനക്ക് എന്നെ എന്തു വേണോ ചെയ്യാം, അതിനെല്ലാത്തിനും എനിക്ക് സമ്മതമാണെന്ന് പറയുന്നു. അത് കേട്ടതും ആഗ്നസിന്റെ കാമുകൻ പറയുന്നത്, നീ കരുതും പോലെ ഞാനൊരു കോൾ ബോയ് ഒന്നുമല്ല, ഞാൻ നിന്റെ മനസ്സിനെയാ പ്രണയിച്ചത്, അല്ലാതെ നിന്റെ ശരീരത്തിനെ അല്ല എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് ആഗ്നസിന്റെ കാമുകൻ അവിടെ നിന്ന് പോകുന്നു. അന്നേ ദിവസം മരിയയ്ക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. അവൾക്കടുത്തേക്ക് ഒരു രൂപം വരികയും ആ രൂപത്തിന്റെ കയ്യിൽ ഒരു ആപ്പിളും ഇരിക്കുന്നുണ്ടായിരുന്നു. ദേ, ഈ ആപ്പിൾ നീ കഴിക്കേ, എല്ലാം ശരിയാകുമെന്നും ആ രൂപം പറഞ്ഞു. അങ്ങനെ മരിയ ആപ്പിൾ വാങ്ങി കഴിക്കുകയും ചെയ്യും. അതോടുകൂടി മരിയ പതിയെ പതിയെ മാറി തുടങ്ങി. അടുത്ത ദിവസം മരിയ ചർച്ചിലേക്ക് പോവുകയാണ്. പക്ഷേ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എന്തിനെന്നാൽ അവിടെ നോട്ടീസുമായി നിൽക്കുന്നവരെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അവരെ കാണുവാനായിട്ട് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൾ എത്തിയിരിക്കുന്നതും. സത്യത്തിൽ അവർ സാത്താൻ സേവകരാണ്. ആ ഒരു നോട്ടീസ് സാത്താൻ സേവകരുടേതായിരുന്നു. നോട്ടീസും കൊണ്ട് അവൾ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് അതിലെ അഡ്രസ്സൊക്കെ അവൾ നോക്കുകയാണ്. ഉടനെ തന്നെ ആ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവളുടെ മനസ്സിൽ അവളെ സാത്താൻ വിളിക്കുന്നു എന്നൊക്കെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് സാത്താൻ സേവകർക്കടുത്തേക്ക് പോകുന്നതും. അവിടെ അവളെ സ്വീകരിക്കുവാനായിട്ടും ഒരാളുണ്ടായിരുന്നു. അയാൾ പറയുന്നത്, ദൈവത്തിനെ സേവിക്കും പോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള സാത്താനെ സേവിക്കുന്നവരുമുണ്ട്. നീയും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നീയും വേണമെന്നാണ് അയാൾ പറയുന്നത്.
അയാൾ മരിയയെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല അത്ഭുതത്തോടെയാണ് അവൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ഇനി മുതൽ നീ വായിക്കേണ്ടത് കർത്താവിന്റെ ബൈബിളല്ല, സാത്താന്റെ ബൈബിളാണെന്ന് പറഞ്ഞ് സാത്താന്റെ ബൈബിൾ അവളെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് എത്തിയ മരിയയാണെങ്കിലോ ആ ഒരു ബൈബിൾ ഇരുന്ന് മുഴുവൻ വായിക്കും. ബൈബിൾ വായിക്കുന്ന സമയമെല്ലാം അവളിലേക്ക് നെഗറ്റീവ് എനർജി കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. മരിയയിൽ മാറ്റമുണ്ടാകുവാനായും തുടങ്ങി. അതെല്ലാം ആഗ്നസ് ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത് മരിയ വന്നതിന് ശേഷം കന്യാസ്ത്രീ വേഷം ധരിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. എന്താ നിനക്ക് സംഭവിച്ചതെന്നെല്ലാം ആഗ്നസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മരിയയ്ക്ക് ഉത്തരമില്ലായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആഗ്നസിന്റെ കാമുകനും അവളുടെ കൂട്ടുകാരിയുടെ കാമുകനും തമ്മിൽ നിന്ന് മരിയയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. മരിയയ്ക്കൊപ്പം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ എനിക്കൊരു അവസരം കിട്ടിയതാ. ഛേ, നല്ലവനെ പോലെ അഭിനയിച്ച് കിട്ടിയ അവസരവും ഞാൻ കളഞ്ഞുവെന്ന് ആഗ്നസിന്റെ കാമുകൻ പറയുമ്പോഴോ അത് കേട്ട് കൂട്ടുകാരൻ പറയുന്നത്, എനിക്കങ്ങനെ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ വെച്ച് താമസിപ്പിക്കത്തില്ല. പക്ഷെ നിനക്ക് കിട്ടിയിട്ടും നീ അത് കളഞ്ഞു കുളിച്ചുവല്ലേ എന്നൊക്കെ അവനെ കളിയാക്കും. ആ സാരമില്ല, ഇനിയും എനിക്ക് അവസരം കിട്ടും, അത് ഞാൻ മുതലെടുക്കുമെന്നും ആഗ്നസിന്റെ കാമുകൻ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നതോ ബൈബിൾ മുഴുവൻ വായിച്ചു തീർന്ന മരിയയാണ്. മരിയ നേരെ സാത്താൻ സേവകർക്കടുത്തേക്ക് പോകും. എന്നിട്ട് അവൾക്ക് ബൈബിളൊക്കെ കൊടുത്ത ആളില്ലേ, അയാളുമായിട്ട് സാത്താനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. അവൾ പൂർണ്ണമായിട്ടും സാത്താൻ സേവയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. മാത്രവുമല്ല, ഇടയ്ക്കിടയ്ക്ക് മരിയയുടെ ടീഷർട്ടിലൊക്കെ സാത്താന്റെ ബൈബിളിൽ കാണിക്കുന്ന സിമ്പലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്നെ കാത്ത് ഒരു വലിയൊരു അത്ഭുതം ഇരിക്കുന്നുണ്ട്, അത് നിനക്ക് ഉടനെ മനസ്സിലാകും. ഈ വരുന്ന ക്രിസ്മസ് രാത്രി ഒരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജ നീ പങ്കെടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അയാൾ പറയുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പൂജാ ദിവസം എത്തി. അതിന് മരിയയും പങ്കെടുക്കുന്നുണ്ട്. പൂജയ്ക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ വീട്ടിലേക്കും എത്തും. രാത്രി കിടക്കുവാൻ നേരം വെള്ളം കുടിക്കുവാനായിട്ട് കിച്ചണിലേക്ക് എത്തിയ സമയം തന്നെയായിരുന്നു അവിടേക്ക് ആഗ്നസിന്റെ കാമുകനും എത്തുന്നുണ്ട്. മരിയ, നീ പറഞ്ഞതുപോലെ തന്നെ നീ ആഗ്രഹിച്ച കാര്യം നടത്തി തരാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാമെന്നും അവൻ പറയുന്നു. അതിന് മരിയയും മറുത്തൊന്നും പറയാതെ തന്നെ അവന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ നിന്നു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് ആഗ്നസ് കണ്ടുകൊണ്ടുവരുന്നു. ആഗ്നസ് ആണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ആഗ്നസ് തന്റെ കാമുകനോട് ചോദിക്കും, ഞാൻ നിന്നെ എന്തുമാത്രം വിശ്വസിച്ചിരുന്നു, പക്ഷേ നീ അതെല്ലാം നശിപ്പിച്ചു. ഞാൻ നിങ്ങളെ എന്റെ സ്വന്തം ചേച്ചിയെ കണക്കല്ലേ കണ്ടതെന്നും മരിയയോട് ചോദിക്കും. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ കാര്യവും നിങ്ങൾ ചർച്ചിൽ പോകുന്നില്ല എന്നും ചർച്ചിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നതാണെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയതെന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളെ അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ കണക്കാ ഞാൻ നിങ്ങളെ കണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്നോട് തന്നെ ഈ ചതി കാണിച്ചല്ലോ. ഇനി നിങ്ങൾ എൻ്റെ വീടിന്റെ പരിസരത്ത് പോലും വന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് എൻ്റെ മനസ്സിലോ എൻ്റെ വീട്ടിലോ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മരിയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി അവളുടെ സാധനങ്ങളും എല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മരിയാണെങ്കിലോ അവളുടെ സാധനങ്ങളും എടുത്ത് രാത്രി റോഡിൽ കൂടി നടന്നു പോകും. രാത്രി എവിടേക്ക് പോകണമെന്നറിയാതെ നടന്നു പോകുന്ന മരിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കവേ തന്നെ അവൾക്ക് ആകാശത്തു നിന്നും ഒരു വെളിച്ചം കാണുന്നു. ആ വെളിച്ചത്തെ ഫോളോ ചെയ്ത് അവൾ നടന്നു പോവുകയാണ്. അവസാനം അവൾ നടന്നു നടന്ന് വന്നെത്തുന്നത് ഒരു കടൽ തീരത്തായിരുന്നു. ആ വെളിച്ചം ഉടനെ തന്നെ അവളുടെ വയറ്റിലേക്ക് പ്രവേശിക്കും. വയറ്റിലേക്ക് കടന്നതും അവളുടെ വയർ പതിയെ പതിയെ വീർത്തു വരികയാണ്. അതെ, അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. അതും സാധാരണ കുഞ്ഞല്ല, സാത്താന്റെ കുഞ്ഞ്. അതെങ്ങനെ സംഭവിച്ചെന്നാൽ, മരിയ ആ ഒരു സാത്താൻ സേവകർക്കൊപ്പം ഒരു പൂജ നടത്തിയിരുന്നല്ലോ. ആ പൂജ നടത്തിയത് പിന്നെ രണ്ടാമത് മരിയയ്ക്കടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു ആപ്പിൾ കൊടുത്തില്ലായിരുന്നോ, ആ ആപ്പിൾ അവൾ കഴിച്ചത്. മൂന്നാമത് മരിയ ആഗ്നസിന്റെ കാമുകനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു. ഇതെല്ലാം കാരണമാണ് അവൾ ഇപ്പോൾ സാത്താന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്നതും. അതെ, അവൾ പൂർണ്ണമായിട്ടും സാത്താനിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. സാത്താന്റെ കുഞ്ഞ് ഇപ്പോൾ ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നത് മരിയയിലൂടെയാണ്. ഒരു കന്യാസ്ത്രീയായി കർത്താവിനെ സേവ ചെയ്തുകൊണ്ടിരുന്ന മരിയെ പതിയെ പതിയെ അവളുടെ മനസ്സെല്ലാം മാറ്റി ഒരു കന്യാസ്ത്രീ ചെയ്തുകൂടാത്ത കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വീട്ടിൽ നിന്ന് തന്നെ അവളെ അടിച്ച് പുറത്താക്കിപ്പിച്ച് അവളെ കൊണ്ട് സാത്താന്റെ വഴിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് സാത്താന്റെ ബൈബിൾ വായിപ്പിച്ച് കന്യാസ്ത്രീ ചെയ്തുകൂടാത്ത പൂജകളെല്ലാം ചെയ്യിപ്പിച്ചത് ഈ സാത്താൻ തന്നെയാണ്. അതും തന്റെ കുഞ്ഞിനെ ഭൂമിയിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതും മരിയയിലൂടെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ ഇത്രയും പരിപാടികളെല്ലാം ചെയ്തത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ മാസ്ക് ഇട്ടിരുന്നിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് കാണിച്ചില്ലേ, അത് ഈ മരിയയാണ്. മരിയെ ജന്മം നൽകിയത് സാത്താന്റെ കുഞ്ഞും. ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി തന്റെ കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് സാത്താൻ തിരഞ്ഞെടുത്തത് കന്യാസ്ത്രീയായിരുന്ന മരിയെ തന്നെയായിരുന്നു.
ഇതെല്ലാം സാത്താന്റെ പ്ലാനും. സാത്താന്റെ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.